ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാഗ്നറ്റോസോണിക് വേവ്സിൻ്റെ കുറച്ച് ഭാഗം ഡിസ്കസ് ചെയ്തല്ലോ. അതായത് ലാസ്റ്റ് ഫോം ചെയ്ത ഇക്വേഷൻ എന്ന് വെച്ചാൽ വി ഐ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബി വി ഐ എക്സ് ബൈ ഒമേഗ എം ഐ പ്ലസ് കെ ബൈ ഒമേഗ ഹോൾ സ്ക്വയർ ഗാമ ഐ കെ ബി ടി ഐ വി ഐ ബൈ എം ഐ. ദെൻ നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ? വി ഐ ബൈൻ്റെ ടേം റൈറ്റ് സൈഡിലില്ലേ, അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇക്വേഷൻ എന്താവും? അത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നതിന് ശേഷം വി ഐ ബൈനെ ടേക്ക് ഇൻ ഔട്ട് സൈഡ് ഓഫ് ബ്രാക്കറ്റ്. ദെൻ ഇക്വേഷൻ ബിക്കം വി ഐ ബൈ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് 1 മൈനസ് കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ gamma I kb ti by mi, that's equal to minus I eb by omega mi vix. then നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? ഫസ്റ്റ് പാർട്ടിൽ 1 മൈനസ് കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയറിൻ്റെ പാർട്ടിലെ അതിനെ നമ്മൾ എ ഐ എന്ന് കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ നമുക്ക് എന്താക്കി മാറ്റാം? വി ഐ ബൈ ബ്രാക്കറ്റ് ഓഫ് 1 മൈനസ് എ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബി ബൈ ഒമേഗ എം ഐ വി ഐ എക്സ് എന്നെഴുതി കൂടെ? ക്ലിയർ അല്ലേ? എങ്ങനെയാണ് മാറ്റിയെന്നുള്ളത്? ഇതിൽ നിന്ന് നമുക്ക് വി ഐ ബൈ കണ്ടൂടെ? അതായത് 1 മൈനസ് എ എന്ന പാർട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. then that's equal to എന്താവും? വി ഐ ബൈ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇ ബി ബൈ ഒമേഗ എം ഐ ഇൻറ്റു വി ഐ എക്സ് ബൈ 1 മൈനസ് എ ഐ എന്നെഴുതിക്കൂടെ? ഇനി നമുക്ക് 1 മൈനസ് എ ഐനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ എന്താവും? 1 മൈനസ് എ ഐ റൈസ് ടു മൈനസ് 1 ആവില്ലേ? ദെൻ നമ്മൾ അങ്ങനെ മാറ്റി എഴുതുന്നു. വി ഐ ബൈ നമ്മൾ ഒന്നുകൂടെ മാറ്റി എഴുതുന്നു. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഒമേഗ സി എന്താണെന്ന് അറിയാം. ഇ ബി ബൈ എം ഐ, അതായത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഒമേഗ സി ഈസ് ഈക്വൽ ടു ഇ ബി ബൈ എം ഐ. ഇ ബി ബൈ എം ഐ ഇതിൽ ഇല്ലേ? അതൊന്ന് മാറ്റിയാലോ? നമുക്ക് എങ്ങനെ എഴുതാം? ഇ ബി ബൈ എം ഐക്ക് പകരം ഒമേഗ സി കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ 3 ബിക്കം വി ഐ ബൈ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ സി ബൈ ഒമേഗ. ഇനി ഒമേഗ എന്ന പാർട്ടിലും ബാക്കി ഒമേഗ സിക്ക് കൊടുത്തിട്ടേ 1 മൈനസ് എ ഐ റൈസ് ടു മൈനസ് 1 വി ഐ എക്സ്. ദെൻ ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 4 ഇൻ 1. നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? വി ഐ എക്സ് ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ ഒമേഗ എം ഐ ബ്രാക്കറ്റ് ഓഫ് ഇ പ്ലസ് വി ഐ ബൈ ബി. ഇതിലേക്ക് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിൽ വെച്ചാൽ വി ഐ ബൈ എന്ന പാർട്ടിലേക്കാണ് കൊടുക്കുന്നത്. ദെൻ ഇക്വേഷൻ എന്തായി മാറും? എന്തായാലും നമ്മുടെ ഇക്വേഷൻ വി ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇ ബൈ എം ഐ ഒമേഗ പ്ലസ് ഒമേഗ ബ്രാക്കറ്റ് ഓഫ് ഇ ഐ. ഇനി എന്തായിരിക്കും? വി ഐ എന്ന പാർട്ടില്ലേ? ദെൻ വി ഐ ബൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഐ ഒമേഗ സി ബൈ ഒമേഗ 1 മൈനസ് എ റൈസ് ടു മൈനസ് 1 വി ഐ എക്സ്. ഇനി ഇക്വേഷൻ 1 ബി എന്ന പാർട്ടും കൊടുത്തേ, അത് അവിടെ അതും കൂടി എഴുതി. ദെൻ ബി നമുക്കിനി എങ്ങനെ എഴുതാം? വി ഐ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ? ഐ ഇ ഇ ബൈ ഒമേഗ എം ഐ പ്ലസ് ഇ ബി ബൈ എം ഐ ഒമേഗ സി ബൈ ഒമേഗ സ്ക്വയർ 1 മൈനസ് എ ഐ റൈസ് ടു മൈനസ് 1 വി ഐ എക്സ്. ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ മാറ്റിയത് വെച്ചാൽ ഓരോ ടേമും
ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി. ദെൻ നമുക്കിനി ഇതെങ്ങനെ മാറ്റിയതാം? ഇവിടെ ഇ ബി ബൈ എം ഐ വീണ്ടും വന്നില്ലേ, അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഒമേഗ സി. അപ്പോൾ മുന്നേ ഒരു ഒമേഗ സി ഉണ്ട്, ഇനി നമ്മൾ ഇ ബി ബൈ എം ഐക്ക് പകരം ഒരു ഒമേഗ സി കൊടുത്തു. ദെൻ ഒമേഗ സി സ്ക്വയർ ഉണ്ടാവും, കിട്ടൂലേ? ദെൻ എന്താ ഇക്വേഷൻ? ഇ ബൈ എം ഐ ഒമേഗ പ്ലസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ ഐ റൈസ് ടു -1 വി ഐ എക്സ് എന്ന് കിട്ടൂലേ? ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി നമ്മൾ വി ഐ എക്സിൻ്റെ ടേം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ദെൻ ഇക്വേഷൻ എന്തായി മാറും? വി ഐ എക്സ് മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ റൈസ് ടു 1 മൈനസ് എ ഐ റൈസ് ടു -1 വി ഐ എക്സ് ഈസ് ഈക്വൽ ടു, ഇനി ഏത് ടേമാണ് ബാക്കിയുള്ളത് അവിടെ? ഐ ഇ ബൈ എം ഐ ഒമേഗ. ദെൻ നമ്മൾ ഇനി ഒന്നുകൂടി മാറ്റിയെന്ന് വെച്ചാൽ വി ഐ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കോമൺ അല്ലേ, ദെൻ ടേക്കിൻ ഔട്ട് സൈഡ് ഓഫ് ബ്രാക്കറ്റ്, ദെൻ ബാക്കിയുള്ള ടൈം എടുത്തത്. ദെൻ വി ഐ എക്സ് ഇൻറ്റു 1 മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എ ഐ റൈസ് ടു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ എം ഐ ഒമേഗ. ദെൻ നമുക്ക് ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് 1 മൈനസ് എ ഐ റൈസ് ടു -1 നമുക്ക് താഴോട്ടേക്ക് കൊണ്ടുവന്ന് എന്ത് ആവും? 1 മൈനസ് എ ഐ എന്നാവൂലേ? ഒന്ന് മാറ്റി എഴുതിയാണ്. വി ഐ എക്സ് ഇൻറ്റു 1 മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബൈ 1 മൈനസ് എ ഐ ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ എം ഐ ഒമേഗ. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡിലെ 1 മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബൈ 1 മൈനസ് എ ഐ എന്ന ടേമിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തായി മാറും? ഇതിൻ്റെ അടിയിലല്ലേ വരിക? ഐ ഇ ബൈ എം ഐ ഒമേഗ. നമ്മളതൊന്ന് ഇൻവേഴ്സ് ടേം ഇട്ടാൽ എന്തായി മാറും? നിലത്തല തിരിഞ്ഞു വരില്ലേ? അതായത് വി ഐ എക്സ് ഈസ് ഈക്വൽ ടു ഐ ഇ ബൈ എം ഐ ഒമേഗ ഇൻറ്റു 1 മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബൈ 1 മൈനസ് എ ഐ റൈസ് ടു -1 അങ്ങനെ ആയിരിക്കൂലേ? ഇനി നമ്മൾ ഇവിടെ ഈൻ്റെ ടേം ഇല്ലേ, അതൊന്ന് റീഅറേഞ്ച് റൈറ്റ് സൈഡ് ഒന്നിങ്ങ് മാറ്റി പറയുന്നു. അതായത് ഇവിടെയുള്ള ഈ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഐ ഇൻ്റെ പാർട്ട് ഒന്ന് നമ്മുടെ ബ്രാക്കറ്റിൻ്റെ വലത്തെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റി എഴുതിയെന്നേ. ഇനി നമുക്ക് ഒരു ഇവിടെ ലിമിറ്റ് അപ്ലൈ, അതായത് ഒമേഗ സി ബൈ ഒമേഗ സ്ക്വയർ ടെൻസ് ടു ഇൻഫിനിറ്റി. ദെൻ അങ്ങനെയാണെങ്കിൽ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബൈ 1 മൈനസ് എ ഐ വെരി ഗ്രേറ്റർ ദാൻ 1. Omega c square by omega tends to infinity. Then omega c square by omega square by 1 minus ai tends 1 minus ai very greater than 1. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ എങ്ങനെയായി മാറും? 1 എന്ന പാർട്ട് പോയില്ലേ, ഇനി എന്തായിരിക്കും? ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എന്ന ടേം മാത്രമേ ബാക്കിയുണ്ടാവും. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിന് അതിലെ ഇൻ്റർചേഞ്ചും ചെയ്യുന്നുണ്ട്, സൈൻ കൺവേർഷൻ മാറ്റുന്നുണ്ട്, ഐൻ്റെ പാർട്ട് മാറ്റി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇത് എന്താണ് കിട്ടിയത്? ആവറേജ് വെലോസിറ്റി ഓഫ് ഇക്വേഷൻ നമ്പർ 5 ഈസ് ആവറേജ് വെലോസിറ്റി ഓഫ് അയോൺ. ഇതേപോലെ തന്നെ നമുക്ക് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോണും കണ്ടുകൂടെ? അതായത് ഇലക്ട്രോണിൻ്റെത് വി ഇ എക്സ് ആയിരിക്കും. മറ്റേ വി ഐ എക്സ് ആണെങ്കിൽ, അയോണിൻ്റെ കേസിൽ വി ഐ എക്സ് ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ കേസിൽ വി ഇ എക്സ് എന്നായിരിക്കൂടെ? ദെൻ വി ഇ എക്സ് ഈസ് ഈക്വൽ ടു നേരത്തെ ടേം തന്നെ ഒന്ന് മാറ്റി തരുന്നത്. അതിൽ
MI ഒമേഗയ്ക്ക് പകരം ME ഒമേഗ എടുക്കുന്നത്. ദെൻ 1 മൈനസ് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ. നേരത്തേത് ഒമേഗയ്ക്ക് വ്യത്യാസമുണ്ട്. അയോണിൻ്റെ കേസിലെ ഒമേഗയും ഇലക്ട്രോണിക് കേസിലെ ഒമേഗയും വ്യത്യാസമുണ്ട്. ദെൻ അതേപോലെ പിന്നെ AI പകരം AE കൊടുക്കുന്നു. ഇനി നമുക്ക് ഒന്ന് മാറ്റിയതാണ്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം? ഇതിലെ എങ്ങനെയാണ് ഇനി ഒന്ന് മാറ്റി എഴുതാൻ പറ്റും? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ അല്ലേ, ടെൻസ് ടു ഇൻഫിനിറ്റി. അതേപോലെ ഇവിടെയും ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ടെൻസ് ടു ഇൻഫിനിറ്റി. ദെൻ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബൈ 1 മൈനസ് AE വെരി ഗ്രേറ്റർ ദെൻ 1. ദെൻ ഇക്വേഷൻ എന്തായി മാറും? നേരത്തെ ചെയ്ത പോലെ തന്നെ BEX 1ൻ്റെ ടേം പോയി. ഇനി BEX ഈക്വൽ ടു IE ബൈ ME ഒമേഗ ഇൻറ്റു 1 മൈനസ് AE ബൈ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ക്ലോസ് ചെയ്ത ശേഷം E ഇട്ട്. ദെൻ നമ്മളിനി ഇതിൽ നിന്ന് നമുക്ക് ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇല്ലേ ബ്രാക്കറ്റിനുള്ളിലെ, അത് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുത്തത് എങ്ങനെ വരിക? ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ ആവില്ലേ? അത് നമ്മളൊന്ന് ബ്രാക്കറ്റിൻ്റെ പുറത്ത് എടുത്തിരുന്നത്. ദെൻ എന്ത് സംഭവിക്കും? ഒമേഗ സ്ക്വയർ ഉണ്ട് മുകളിൽ, അടിയിൽ ഒമേഗയുണ്ട്. ദെൻ സ്ക്വയറിന് ഒരു ഒമേഗ കട്ടായി, അടിയിലത്തെ ഒരു ഒമേഗയും ക്യാൻസലായി. ദെൻ ഒമേഗ സി സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം EB ബൈ ME is equal to ഒമേഗ സി. ദെൻ ഒമേഗ സി സ്ക്വയർ എന്തായിരിക്കും? EB ബൈ ME ഹോൾ സ്ക്വയർ. അന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ IE ബൈ ഒമേഗ ME EB ബൈ ME ഹോൾ സ്ക്വയർ. നമുക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ ടേമിനെ കട്ട് ചെയ്യാം? എന്ന ടേമിനെ കട്ട് ചെയ്തൂടെ? ME സ്ക്വയർ ഉണ്ട്, ME ഉണ്ട്. ME എന്ന ടേമിനെ കട്ട് ചെയ്തൂടെ? അങ്ങനെ കട്ട് ചെയ്ത് എഴുതി. ദെൻ നമുക്ക് ഇനി എന്ത് കൊടുക്കാം? AEക്ക് പകരം 1 മൈനസ് AEക്ക് പകരം 1 മൈനസ് ഗാമ ഇ KB TE ബൈ ME ഇൻറ്റു K സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എന്ന് കൊടുത്തൂടെ? അന്ന് ഇവിടെ എൻ്റെ വാല്യൂ ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടൈം ഇനി ഏതൊക്കെയാണ്? I ഒമേഗ ME നമ്മൾ ഇനി മുകളിലേക്ക് വരും. I ഒമേഗ ME ബൈ EB സ്ക്വയർ ഇൻറ്റു 1 മൈനസ് K സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഗാമ ഇ KB TE ബൈ ME ബ്രാക്കറ്റ് ക്ലോസ് ദെൻ E. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി നമുക്ക് K ബൈ ഒമേഗ ടെൻസ് ടു ഇൻഫിനിറ്റി. ദെൻ ഒമേഗ എന്തായിരിക്കണം? ഒമേഗ ടെൻസ് ടു 0 ആയിരിക്കണം. ഇനി ഒന്നുകൂടി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്, അതായത് K സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഗാമ ഇ KB TE ബൈ ME വെരി ഗ്രേറ്റർ ദെൻ 1. ദെൻ എന്തായി മാറും? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 1ഉം ഇനിയിപ്പോൾ അറ്റം മാത്രമേ ഉണ്ടാവും. ഇനി സൈൻ ഒന്ന് മാറ്റി എഴുതി, അതായത് പോസിറ്റീവും നെഗറ്റീവും തമ്മിലൊന്ന് മാറ്റി എഴുതുന്നു. അതായത് ഇങ്ങനെ കിട്ടും നമുക്ക്. നമ്മളെന്ന് പറഞ്ഞാൽ വെരി ഗ്രേറ്റർ ദെൻ 1 സൈന് ഓവറോൾ സൈൻ ഒന്ന് മാറ്റി എഴുതിയത് മൈനസ് ആയി മാറി. ഫസ്റ്റ് മൈനസ് ആയി മാറി. ക്ലിയർ? അപ്പം നമുക്ക് VX എന്തായി? I ഒമേഗ ME ബൈ EB സ്ക്വയർ ഇൻറ്റു മൈനസ് I ഒമേഗ ME ബൈ EB സ്ക്വയർ ഇൻറ്റു K സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഗാമ ഇ KB TE ബൈ ME ക്യാപിറ്റൽ E. ദെൻ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഒമേഗ സ്ക്വയർ ഉണ്ട്, ഒരു ഒമേഗയുണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ദെൻ ഒരു ഒമേഗ ക്യാൻസലായി. ഓക്കെ, ക്ലിയർ? അതേപോലെ ഇവിടെ എന്തുണ്ട്? ഒരു MEയും ഒരു MU ഇല്ല, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ME ഉണ്ട്. ദെൻ ദാറ്റ് വിൽ ക്യാൻസൽ. ദെൻ ഇനി ഏതൊക്കെ ടൈം ബാക്കി ഉണ്ടാവുക?
Vx is equal to minus I k square by omega b square gamma e kb te by e bracket close then capital E. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം, അതായത് ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ എൻ ഇ ബൈ എപ്സിലോൺ 0 വി ഐ എക്സ് മൈനസ് വി എക്സ് എന്നൊരു ഇക്വേഷൻ. ഇനി നമുക്ക് ഐ ഇക്വേഷൻ, അതായത് വി നോ ദാറ്റ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എന്ത് കൊടുക്കുന്നു? വി ഐ എക്സിൻ്റെയും വി ഇ എക്സിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടിയ വി ഐ എക്സും വി ഇ എക്സും നമ്മുടെ മുന്നേ അറിയുന്ന ഇക്വേഷനിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ഐ ഒമേഗ എൻ ഇ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ദെൻ എന്ത് കിട്ടും? മൈനസ് ഐ സ്ക്വയർ ഇ സ്ക്വയർ എൻ ഒമേഗ ബൈ എപ്സിലോൺ 0 എം ഐ ഒമേഗ. ഫസ്റ്റ് പാർട്ട് മൾട്ടിപ്ലൈ, പിന്നെ അതിൻ്റെ കൂടെയുള്ള 1 മൈനസ് എ ഐ ബൈ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ. ദെൻ സെക്കൻഡ് പാർട്ടിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. മൈനസ് സെക്കൻഡ് മൈനസ് ആയതുകൊണ്ട് ഇനി മൈനസ് ഐ, അപ്പോൾ മൈനസ് ഐ. ദെൻ മൈനസ് ഐ സ്ക്വയർ ബൈ ഒമേഗ മൈനസ് ഐ സ്ക്വയർ ബൈ ഒമേഗ എൻ ഇ കെ സ്ക്വയർ ബൈ എപ്സിലോൺ 0 ഒമേഗ ബി സ്ക്വയർ ഇൻറ്റു ഗാമ ഇ കെ ബി ടി ഇ ബൈ ഇ. ഇനി നമുക്കിതിൽ നിന്ന് ഏതൊക്കെ എടുത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് പാർട്ടിൽ ഒമേഗയും ക്യാൻസലായി. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഒമേഗയുണ്ട്. ദെൻ അത് ദാറ്റ് വിൽ ക്യാൻസൽ. പിന്നെ ഇ എന്ന ടേമുണ്ട്, ദാറ്റ് വിൽ ക്യാൻസൽ. ദെൻ ഇനി ഏതൊക്കെ ടേം ഉണ്ടാവും? അതായത് ഇനി ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഐൻ്റെ ടേമിനൊന്ന് മാറ്റി എഴുതി. ദെൻ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഐൻ്റെ ടേം ഒന്നും മാറ്റി എഴുതി എന്തായി മാറും? ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് പാർട്ടിൽ ഐ കോമൺ അല്ലേ? ദെൻ ഐ സ്ക്വയർ എന്താ? പോസിറ്റീവ് അല്ലേ? ദെൻ ഇക്വേഷൻ ബിക്കാം ബാക്കിയുള്ള ടേമൊക്കെ ഒന്ന് എടുത്ത് എഴുതി സൈൻ എന്ന് ഐൻ്റെ ടേമിനെ ഒന്ന് മാറ്റിയപ്പോൾ എന്ത് കിട്ടി? എൻ ഇ സ്ക്വയർ ബൈ മൈനസ് എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഐ ഇൻറ്റു 1 മൈനസ് എ ഐ ബൈ ഒമേഗ സി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് എൻ കെ സ്ക്വയർ. ബാക്കി ക്യാൻസൽ ആയിപ്പോയില്ലേ? എൻ കെ സ്ക്വയർ എം ഐ ബൈ ഇ ബി സ്ക്വയർ ഇൻറ്റു ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ. നമുക്കറിയാം ബി എ എന്താണ്? B0 ബൈ റോ M0. ദെൻ റോൻ്റെ വാല്യൂ എന്താണ്? ന്യൂ 0 എം. നമ്മൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബി എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ബി സ്ക്വയർ ബൈ എൻ എം മ്യൂ 0. നമുക്ക് മ്യൂ 0 കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് എപ്സിലോൺ 0 മ്യൂ 0 ഇസ് ഈക്വൽ ടു 1 ബൈ സി സ്ക്വയർ. ദെൻ മ്യൂ 0 എന്തായിരിക്കും? മ്യൂ 0 ഇസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 സി സ്ക്വയർ എന്നെഴുതിക്കൂടെ? നമ്മൾ മ്യൂ 0ൻ്റെ വാല്യൂ വി എ സ്ക്വയറിൻ്റെ പാർട്ട് കൊടുക്കുന്നു. ദെൻ ഇക്വേഷൻ എന്തായി മാറും? വി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എപ്സിലോൺ 0 സി സ്ക്വയർ ബൈ എൻ എം ഐ എന്നെഴുതിക്കൂടെ? അതായത് ബി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 സി സ്ക്വയർ ബൈ എൻ എം ഐ. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ സി സ്ക്വയറിൻ്റെ പാർട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ എന്തായി മാറും? ബി എ സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ബി സ്ക്വയർ ബൈ എൻ എം ഐ. ഇതൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത്, അതായത് ഒന്ന് തലതിരിച്ചിരുന്നത്. ദെൻ സി സ്ക്വയർ ബൈ വി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ എം ഐ ബൈ എപ്സിലോൺ 0 ബി സ്ക്വയർ. നമുക്കറിയാം നമുക്ക് പ്ലാസ്മ ഫ്രീക്വൻസിൻ്റെ ഒരു ഇക്വേഷൻ അറിഞ്ഞൂടെ? അതായത് ഒമേഗ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ ഒമേഗ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഇ. ഇൻ കേസ് ഓഫ് അയൺ ഒമേഗ പി സ്ക്വയർ എന്തായിരിക്കും? എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഐ. ഇത് നമുക്ക് അറിഞ്ഞൂടെ? മുന്നേ പറഞ്ഞാണ്. Then നമ്മൾ substitute the value in above equation. Then that will become
എബോ ഇക്വേഷനിൽ എന്തൊക്കെയാണുള്ളത്? ആ ടേംസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒമേഗ പിക്കും ഒമേഗ സിക്കും മാറ്റി കൊടുത്തു. ദെൻ ഒമേഗ സ്ക്വയർ മൈനസ് സി സ്ക്വയർ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു omega p square by omega c square into omega square bracket of 1 minus ai bracket close plus c square by k square. ഇനി നമുക്ക് എന്ത് എഴുതാം? നേരത്തെ ടേമിനെ മാറ്റിയിട്ട് ബി എ സ്ക്വയറിൻ്റെ ടേമിലേക്ക് കൊണ്ടുവന്നൂടെ? ബി എസ് ബൈ ബി എ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ. ഇനി സി സ്ക്വയർ കെ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? സി സ്ക്വയർ കെ സ്ക്വയറിൻ്റെ പാർട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ? അതായത് സി സ്ക്വയർ കെ സ്ക്വയറിൻ്റെ പാർട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ? അതായത് റൈറ്റിലും ലെഫ്റ്റിലും സി സ്ക്വയർ കെ സ്ക്വയർ ഉണ്ട്. ദെൻ വി ടേക്ക് ടി സ്ക്വയർ സി സ്ക്വയർ കെ സ്ക്വയർ ഇൻ ലെഫ്റ്റ് സൈഡ്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു സി സ്ക്വയർ കെ സ്ക്വയർ. ദെൻ എന്ത് ഇക്വേഷൻ എന്തായി മാറും? ഒമേഗ സ്ക്വയർ മൈനസ് സി സ്ക്വയർ കെ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ വി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു. ഇനി ഏത് ടേം ഇവിടെ ബാക്കിയുള്ളൂ? ബാക്കി ടേമൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. ഇനി ഏത് ടേമാണ് ബാക്കിയുള്ളൂ? minus omega p square omega square by omega c square into 1 minus ai. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിലുള്ള 1 മൈനസ് എ ഐന ഒമേഗ മൈനസ് ഒമേഗ പി സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ എന്തായി? ഫസ്റ്റ് 1നെ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ എ ഐനെ മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ എന്ത് കിട്ടും? മൈനസ് ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ പി സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ആയ ഇനി എ ഐൻ്റെ ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒമേഗ പി സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ എ ഐ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ എന്ത് കൊടുക്കാം? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എ ഐ ആൻഡ് we arrange the equation. എ ഐക്ക് വാല്യൂ കൊടുത്ത് ദെൻ ഒന്ന് ഇക്വേഷൻ ഒന്ന് മാറി. നമ്മൾ എ ഐൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന് ശേഷം എന്തായി? ഇക്വേഷനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് ദെൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ. ഇതെങ്ങനെ കിട്ടിയേ? റൈറ്റ് സൈഡിലുള്ള ഒമേഗനെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. ഇനി മൈനസ് നേരത്തെ ബാക്കിയുള്ള സി സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ വി എ സ്ക്വയർ. ദെൻ that is equal to omega p square by omega c square omega square. ഇനി നമുക്ക് എന്ത് കിട്ടും? അല്ല, ഇനി ഏത് ടേമിന് ബാക്കിയുള്ളത്? എ ഐൻ്റെ ടേം അല്ലേ? ദെൻ എ ഐൻ്റെ ടേം എടുത്തെഴുതി അത് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, എ ഐൻ്റെ ടേം എടുത്തെഴുതിയാൽ നമുക്ക് ഏതൊക്കെ ടേമൊക്കെ നമ്മൾ ക്യാൻസൽ ആയിപ്പോകും? ഇനി ഏതൊക്കെ ടേം നമുക്ക് ക്യാൻസൽ ആയിപ്പോകും? ഒരു ഒമേഗ സ്ക്വയർ ന്യൂമറേറ്ററിലുണ്ട്, ഒരു ഒമേഗ സ്ക്വയർ ഡിനോമിനേറ്ററിലുണ്ട്. ദെൻ ദാറ്റ് വിൽ ക്യാൻസൽ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ പാർട്ടിനെ സി സ്ക്വയർ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ എന്തായി മാറും? ഈക്വൽ ടു ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് ഗാമ ഐ കെ ബി ടി ഐ എം ഐ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നു, ഡിവൈഡ് ചെയ്യേണ്ടിയിരുന്നില്ല സി സ്ക്വയർ. ദെൻ എം ഐ ബൈ എം ഐ സി സ്ക്വയർ.
ദെൻ നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ? സി സ്ക്വയർ കെ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലും ഇല്ലേ ഒരേപോലത്തെ ടേം. ഇനി നമുക്ക് എങ്ങനെ മാറ്റിയതാം? രണ്ട് സൈഡിലും സി സ്ക്വയർ കെ സ്ക്വയർ എന്ന ടേമില്ലേ. ദെൻ നമ്മൾ സി സ്ക്വയർ കെ സ്ക്വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ടേം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇനി എടുക്കുന്നത്. ദെൻ നമുക്ക് എങ്ങനെ കിട്ടും? അതിനുശേഷം സി സ്ക്വയർ കെ സ്ക്വയറിനെ നമ്മൾ ബ്രാക്കറ്റിന് കോമൺ ടേമായ ബ്രാക്കറ്റിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അല്ല, കോമൺ ടേമിനെ ബ്രാക്കറ്റിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇക്വേഷൻ എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 പ്ലസ് ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ വി എ സ്ക്വയർ പ്ലസ് ഗാമ ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ സി സ്ക്വയർ എന്നതിൽ കൂടെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒമേഗ സി സ്ക്വയർ ഒമേഗ സി എന്താണെന്നറിയാം. ഇ സ്ക്വയർ ബി ബൈ എം ഐ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഒമേഗ സി സ്ക്വയർ എന്തായിരിക്കും? ഒമേഗ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ ബി ബൈ എം ഐ സ്ക്വയർ എന്നിരിക്കൂടെ. ഇനി ഒമേഗ പി എങ്ങനെ എഴുതാം? എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഐ റൈസ് ടു 1 എൻ ഐ റൈസ് ടു 1/2 എന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒമേഗ പി സ്ക്വയർ എന്തായിരിക്കും? എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഐ എന്നിരിക്കൂടെ. ഓക്കെ, ക്ലിയർ? ഇത് മുന്നേത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊന്ന് നമുക്ക് എങ്ങനെ എഴുതാം? മുകളിലത്തെ ഇക്വേഷനിൽ ലെഫ്റ്റ് പാർട്ടിൽ എന്തിൻ്റെ? ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ അല്ലേ. അതേപോലെ ഒന്ന് മാറ്റി എഴുതി വെക്കാം. അതായത് ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനി ഒമേഗ അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ദെൻ എൻ ഇ സ്ക്വയർ ബൈ എപ്സിലോൺ 0 എം ഐ ബൈ അല്ലേ, അത് മാറ്റി എഴുതിയാൽ ഇൻറ്റു എം ഐ സ്ക്വയർ ബൈ ഇ സ്ക്വയർ ബി സ്ക്വയർ. ദെൻ ഇ സ്ക്വയറും ക്യാൻസലായി. ദെൻ ഇനി ഏതൊക്കെ ടേം ക്യാൻസലാവും? എം ഐയും എം ഐ സ്ക്വയറും തമ്മിൽ സ്ക്വയറിൻ്റെ ടേമും ക്യാൻസലായില്ലേ. ദെൻ ഇനി ഏതൊക്കെ ടേമാണ് ബാക്കി ഉണ്ടാവുക? എൻ എം ഐ ബൈ എപ്സിലോൺ 0 ബി സ്ക്വയർ ആ ടേം തന്നെ ബാക്കി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കറിയാം ബി എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എപ്സിലോൺ 0 സി സ്ക്വയർ ബൈ എൻ എം ഐ. അങ്ങനെയാണെങ്കിൽ സി സ്ക്വയർ ബൈ ബി എ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എൻ എം ഐ എപ്സിലോൺ 0 ബി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഇനി ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയർ എന്തായിരിക്കും? സി സ്ക്വയർ ബൈ ബി എ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ക്ലിയർ അല്ലടാ? ഇനി നമുക്ക് ഒമേഗ പി സ്ക്വയർ ബൈ ഒമേഗ സി സ്ക്വയറിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് സി സ്ക്വയർ ബൈ ബി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ വി എ സ്ക്വയർ ഇൻറ്റു ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ സി സ്ക്വയർ. ഇവിടെ സി സ്ക്വയർ റൈറ്റ് സൈഡിൽ സി സ്ക്വയർ കോമൺ ആയിട്ടില്ല, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ദെൻ ദാറ്റ് വിൽ ക്യാൻസൽ. ഓക്കെ, ക്യാൻസൽ ചെയ്താൽ ബാക്കി ഏതാ ടൈമുള്ളത്? എം ഐ വി എ സ്ക്വയർ ഉണ്ട്. അല്ല, അതായത് ഒമേഗ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സി സ്ക്വയർ ബൈ ബി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇനി സി സ്ക്വയർ കെ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് 1 പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ ബൈ എം ഐ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ക്യാൻസൽ ആയില്ലേ. ദെൻ ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ വി എ സ്ക്വയർ. ദെൻ ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ബി എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അല്ല, അതിൻ്റെ മുന്നേ ബി എ സ്ക്വയറിന് ലെഫ്റ്റ് സൈഡിന് 1 പ്ലസ് സി സ്ക്വയർ ബൈ ബി എ സ്ക്വയർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റിയത്. ദെൻ അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് ബി എ സ്ക്വയർ കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ എന്തായി മാറും? വി എസ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാൻസലായി പോലെ ലെഫ്റ്റ് സൈഡിലെ വി എസ് സ്ക്വയറും പോവും. അതേപോലെ എം ഐ പാർട്ടിലുള്ള വി എസ് സ്ക്വയർ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുന്നു. ദെൻ എന്തായി മാറും? അത് കട്ടായി പോലെ. അപ്പം നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടിയത്? ലാസ്റ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് വി എസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് വി എസ് സ്ക്വയർ പ്ലസ് ഗാമ ഇ കെ ബി ടി ഇ പ്ലസ് ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ. ഇവിടെ റൈറ്റ് സൈഡിലെ ഗാമ ഇ കെ ബി ടി ഇ പ്ലസ് ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ ഇതിൽ നമ്മൾ വി എസ് എന്ന് കൊടുക്കുന്നത്, അതായത് അക്വസ്റ്റിക് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ വി എസ് എന്താണ്? അക്വസ്റ്റിക് സ്പീഡ്. ഇതെന്ത്? വി എസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഗാമ ഇ കെ ബി ടി ഇ പ്ലസ് ഗാമ ഐ കെ ബി ടി ഐ ബൈ എം ഐ ഓൾ റൈസ് ടു 1/2. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് ആണ് വി എസ്. അങ്ങനെയാണെങ്കിൽ വി എസ് സ്ക്വയർ എന്തായിരിക്കും? ഗാമ ഇ കെ ബി ടി ഇ പ്ലസ് ഗാമ ഐ കെ ബി ടി ബൈ എം ഐ അല്ലേ? അങ്ങനെ നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ? അതായത് വി എസിൻ്റെ വാല്യൂ മുകളിലത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ദെൻ എന്ത് മാത്രമേ ഉണ്ടാവും? എങ്ങനെ നമുക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ഒന്ന് മാറ്റി എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെ കിട്ടും? ഒമേഗ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ വി എ സ്ക്വയർ പ്ലസ് ഇനി എഴുതിടാമ മാറ്റി എഴുതിയിട്ട് വി എസ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ? നമുക്കറിയാം വി പി എന്താണ്? ഫേസ് വെലോസിറ്റി. എന്താണ് ഫേസ് വെലോസിറ്റി? വി പി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ദെൻ വി പി സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിൽ കെ സ്ക്വയർ ഉണ്ട്. കെ സ്ക്വയറിൻ്റെ ടേം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഒമേഗ സ്ക്വയർ ബൈ കെ സ്ക്വയർ എന്താണ്? വി പി സ്ക്വയർ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് വി എ സ്ക്വയർ പ്ലസ് വി എസ് സ്ക്വയർ ബൈ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ദെൻ അത് ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി പി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ വി എ സ്ക്വയർ പ്ലസ് വി എസ് സ്ക്വയർ ബൈ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. നമുക്കൊരു ഇക്വേഷൻ കിട്ടില്ല. ദിസ് ഈസ് ദ ഡിസ്പേർഷൻ റിലേഷൻ ഓഫ് മാഗ്നെറ്റോസോണിക് വേവ്. അതായത് മാഗ്നെറ്റോസോണിക് വേവിൻ്റെ പ്രൊപ്പഗേറ്റിംഗ് പെർപെൻഡിക്കുലർ ടു B0. ഡിസ്പേർഷൻ റിലേഷനാണ് നമുക്ക് കിട്ടിയത് മാഗ്നെറ്റോസോണിക് വേവിൻ്റെ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വി പി എന്താണ്? വി പി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സി ബൈ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ വി എ സ്ക്വയർ പ്ലസ് വി എസ് സ്ക്വയർ ഓൾ റൈസ് ടു 1/2. ഓക്കെ, ഇനി നമുക്ക് ഒരു റിലേഷൻ അറിയാം. വി ഈസ് ഈക്വൽ ടു സി ബൈ എൻ. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ വി എ സ്ക്വയർ പ്ലസ് വി എസ് സ്ക്വയർ ഓൾ റൈസ് ടു 1 ആണ് എന്തിവിടെ? എൻ. ഓക്കെ, ഓൾ റൈസ് ടു 1/2 റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ വി എ സ്ക്വയർ പ്ലസ് വി എസ് സ്ക്വയർ ആണ് എന്ത്? എൻ. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. മാഗ്നെറ്റോസോണിക് വേവിൻ്റെ പാർട്ട് ഇതോടുകൂടി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.